എന്താ സാധ്യത? ആര് ജയിക്കും? മോദി ജയിക്കും. എന്താ മോദി ജയിക്കുന്ന ഇത്ര ആത്മവിശ്വാസം? മോദി അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണ്ടി ചെയ്തു? ജനങ്ങൾക്ക്. മലപ്പുറത്തിന് വേണ്ടി എന്ത് ചെയ്തു? മലപ്പുറത്തിന് വേണ്ടി മൊത്ത രാജ്യത്തെ എല്ലാവർക്കും മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി 38 കോടി കൊടുത്തിട്ടുണ്ട്. മലപ്പുറം മുനിസിപ്പാലിറ്റിക്ക് 38 കോടി കൊടുത്തിട്ടുണ്ട് നരേന്ദ്രമോദി അല്ലേ? ഉണ്ട്, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട്. ഈ അബ്ദുസലാം ലീഗ് സ്ഥാനാർത്ഥിയായിരുന്നു, അഥവാ ലീഗിന്റെ നോമിനിയായി വന്ന് വൈസ് ചാൻസലർ ആയാൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുള്ള വിഷമമുണ്ടോ? എന്തിനാ വിഷമിക്കുന്നത്? മലപ്പുറമല്ലേ അങ്ങനെയല്ലേ വരേണ്ടത്? അത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വേണ്ടേ? ഇത്രയും പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥി മലപ്പുറത്ത് ഉണ്ടോ? അപ്പൊ BJPക്ക് തന്നെയാണ് സാധ്യത, NDAക്ക് തന്നെയാണ്. അബ്ദുസലാം വളരെ പ്രഗത്ഭനായിരുന്നു എന്ന അഭിപ്രായമാണ് താങ്കൾക്കുണ്ടായിരുന്നത്. എന്താ ഒരു അപ്പൊ ആ പ്രഗത്ഭനായ ആളെ തന്നെയാണ് ലീഗ് വൈസ് ചാൻസലർ ആയിട്ട് നിയമിച്ചിരുന്നത്. പക്ഷെ അന്ന് നിങ്ങൾ അങ്ങനല്ല പറഞ്ഞത്. ഞങ്ങള് ലീഗ് നോക്കിയതെന്ന് ഞങ്ങൾ നോക്കില്ല. ഞങ്ങള് NDAയുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ. എന്റെ അഭിപ്രായം എന്താ അഭിപ്രായം? NDA എപ്പോഴും നല്ല കാര്യങ്ങളല്ലേ ചെയ്യണുള്ളൂ. അത്രേ കാര്യങ്ങൾ. ഇപ്പൊ ഇലക്ട്രൽ ബോർഡിൽ നിങ്ങൾ പണം വാങ്ങി എന്നുള്ളതാണ് ഒരു ആരോപണം, രാഷ്ട്രീയ ആരോപണം. നമ്മുടെ നേതാവ് രശ്മിൻജി ഇവിടെ സംസാരിച്ചു. അപ്പൊ അത് കൈക്കൂലി അല്ല, കൈക്കൂലി അത് കോഴയല്ല, വ്യക്തമാക്കി തന്നു. ഓക്കെ, നമ്മൾ ഒരു പ്രതികരണം കൂടി. എന്താണ് ഇവിടുത്തെ എന്താ അവസ്ഥ? എനിക്ക് ചോദിക്കാനുള്ളത് UDFന്റെ പ്രതിനിധിയാണ്. പറഞ്ഞോ. MSFന്റെയും യൂത്ത് കോൺഗ്രസിന്റെ മുസ്ലിം നമ്മളെ യുവജന സംഘടനകളെ കുറേ നേതാക്കൾ ഇവിടുന്ന് വളർന്നു വന്നിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പോഴും ഈ സമദാനി മീട്ടി മാത്രം ഇവിടെ മത്സരിച്ചു പോകുന്നത്? യുവത്വന്മാരെ കൊണ്ടുവരണം, ഞങ്ങളെപ്പോലത്തെ ചെറുപ്പക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ആളുകളെ കൊണ്ടുവരണം. അല്ലാതെ നിങ്ങൾക്ക് ഈ പ്രായമേറിയവരെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ചെറിയ മാനസിക വിഷമമുണ്ട്. മനസ്സിലായി. ഈ നമ്മൾ അവിടെ പാർലമെന്റിൽ പോയിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരെ കൊണ്ടുവരണം. അല്ല അബ്ദുൾ സമദ് സമദാനിയൊക്കെ നല്ല പ്രഭാഷകനല്ലേ? പ്രഭാഷകൻ നമ്മൾ മൂപ്പരെ പറ്റി കുറെ കാര്യങ്ങൾ കേട്ടു. മൂപ്പരെ വീട്ടിൽ ഒരു പൊതി കൊണ്ട് എന്നാലേ മൂപ്പരെ ഉള്ളിൽ കേട്ടുള്ളൂ. ഇപ്പൊ ഇന്നത്തെ ആൾക്കാരല്ല, അത് അത്യാവസ്ഥ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് വേണ്ടത് യുവത്വന്മാരാണ്. ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നതാണ് ഏറ്റവും ഉത്തമം. പാർലമെന്റിലേക്ക് ചെറുപ്പക്കാരെ എത്തിക്കാനുള്ള ഏറ്റവും പരിശ്രമമാണ്. ലീഗ് ചെറുപ്പക്കാരെ നിർത്തുന്നില്ല എന്നൊരു പരാതി താങ്കൾക്കുണ്ട്. എന്താ ഒരു പ്രതികരണം? എനിക്ക് ചോദിക്കാനുള്ള UDFന്റെ പ്രതിനിധിയോടാണ്. അപ്പോൾ നമുക്ക് 19 MP-മാർ UDFന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് വന്നു. കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി അല്ലെങ്കിൽ ജയിച്ചു പോയിട്ടുള്ള MP-മാർ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ്. അതിനകത്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വലിയ സാമ്പത്തിക വിരോധം കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. GST വീതം കൊടുക്കാത്ത വിഷയം, അതുപോലെ തന്നെ മറ്റു പല ആനുകൂല്യങ്ങളും, കടമെടുപ്പ് പരിധി, നമ്മുടെ കിഫ്ബി അടക്കമുള്ള ബോർഡുകൾ കടമെടുക്കുന്നത് പോലും സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ നിർത്തലാക്കുന്ന രീതിയിലേക്കാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പെൻഷൻ കിട്ടാത്തതും സാന്ത്വന പ്രവർത്തനങ്ങൾ നടക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കണ്ണീരൊലിപ്പിക്കുന്ന UDF എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഉപരോധം കേരളത്തിനെതിരെ നടപ്പിലാക്കിയപ്പോൾ പ്രതികരിച്ചില്ല? കേരളം ഒരു വലിയ സമരം ഡൽഹിയിൽ നടത്തിയ സമയത്ത് ദില്ലി ചലോ അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷ വരെ പങ്കെടുത്തിട്ട് പോലും കേരളത്തിൽ നിന്ന് പങ്കെടുത്തു. എന്തായാലും അവരാരും ഇവിടുന്ന് ഒരാള് കേരളത്തിന്റെ പൊതു ആവശ്യമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പങ്കാളിത്തം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല. LDFന്റെ പ്രതിനിധിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഇവിടെ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് BJP പരാജയപ്പെടുത്താനാണോ? BJP-യെ പരാജയപ്പെടുത്താനല്ല, പിന്നെന്തിനാ? ഈ രാജ്യത്തിനകത്ത് ന്യൂനപക്ഷ പ്രതിനിധികൾ പാർലമെന്റിൽ വരണമെന്നൊരു ആഗ്രഹം. ന്യൂനപക്ഷ പ്രതിനിധികൾ എന്നുള്ളതല്ല, ന്യൂനപക്ഷത്തിന് വേണ്ടി കൂടി സംസാരിക്കുവാൻ വേണ്ടി പോകുന്ന ആളുകൾ അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അതിനകത്തുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ രാജ്യത്ത് ഇവിടുന്ന് ജയിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെത്രത്തോളം ഈ നാടിനോട് കൂറും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് അതിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നം മലപ്പുറത്തുണ്ട്. പോരാട്ടങ്ങൾ നടക്കുന്നതിന്റെ തെളിവുകൾ നമ്മൾ പറയാം. ഈ രാജ്യത്തിനകത്ത് ഇപ്പൊ ബ്രിട്ടാസിനെ പോലുള്ള രാജ്യസഭ MP സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടാണ്. ഇവിടുന്ന് ജയിച്ചു പോകുന്ന MP-മാരുടെ പൊതുപ്രവർത്തനങ്ങൾ സത്യം പറഞ്ഞാൽ മലപ്പുറത്ത് വിശകലനം ചെയ്യപ്പെടുകയോ കൂടുതൽ കാര്യങ്ങളിലേക്ക് ആര് ജയിച്ചാലും ആര് നിന്നാലും ജയിക്കുമെന്നും ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾക്ക് തോന്നിയ മാതിരി നടക്കുന്നുള്ള നിലപാടാണ് ഈ കണ്ട കാലം അത്രയും UDF എടുത്തിട്ടുണ്ട്.